വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം. പ്രധാന വാർത്തകൾ. എന്റെ ഭൂമി സമഗ്ര ഭൂവിവര സംവിധാനം നിലവിൽ വരുന്നതോടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ വിതരണത്തിൽ വരുന്ന പ്രതിസന്ധികൾ വേഗത്തിൽ തീർപ്പാക്കാൻ സാധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ കേരളം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന 2ാം ഭൂപരിഷ്കരണ നിയമം. ഓൾ ഇന്ത്യ ഭൂമി കോൺക്ലേവ് ലോഗോ പ്രകാശനം തൃശൂർ. നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. KSEBയുടെ വൈദ്യുതി ലൈനിൽ നിന്ന് അനധികൃതമായി ലൈൻ വലിക്കുകയായിരുന്നെന്നും സ്വകാര്യ വ്യക്തി നടത്തിയ നിയമലംഘനത്തിൽ KSEBയെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്നും മന്ത്രി. നിയമലംഘനത്തിനെതിരെ ഒന്നും മിണ്ടാതെ സർക്കാർ വിരുദ്ധ വികാരമുണ്ടാക്കാൻ പ്രസ്താവനകളുമായി ഇറങ്ങുന്ന പ്രവണത തള്ളിക്കളയണമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിലമ്പൂർ വഴിക്കടവ് അപകടവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ കള്ളപ്രചരണം നടത്തുന്ന ആര്യാടൻ ഷൗക്കത്തും UDF നേതാക്കളും മാപ്പ് പറയണമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്ന കാലത്ത് ചാവക്കാട് അച്ഛനും മകനും ഷോക്കേറ്റ് മരിച്ച സംഭവത്തെ അപകടമരണമായാണ് LDF കണ്ടത്. നിലമ്പൂർ വഴിക്കടവിലുണ്ടായത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് വിശേഷിപ്പിച്ച UDF സ്ഥാനാർത്ഥിയോട് സഹതാപം മാത്രമെന്നും KV അബ്ദുൽ ഖാദർ. വരന്തരപ്പള്ളിയിൽ യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. കൊല്ലപ്പെട്ടത് സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യ. ഭർത്താവ് കുഞ്ഞുമോൻ ദിവ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ്. കൊലപാതകം സംശയത്തെ തുടർന്ന്. തൃശൂർ റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തം. 2025 ഇതുവരെ 37 പേരെ ജയിലിലടച്ചു. നിരവധി ഗുണ്ടകളെ നാടുകടത്തി. കാപ്പ പ്രകാരം കുപ്രസിദ്ധ ഗുണ്ട കരിപ്പായി രമേശ് തടവിൽ. ഇടവേളയ്ക്ക് ശേഷം തിരുവല്ലോമലയിൽ കോവിഡ് മരണം. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വയോധികൻ മരിച്ചു. സംസ്കാരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തി. വാർത്തകൾ വിശദമായി. എന്റെ ഭൂമി സമഗ്ര ഭൂവിവര സംവിധാനം നിലവിൽ വരുന്നതോടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ വിതരണത്തിൽ വരുന്ന പ്രതിസന്ധികൾ വേഗത്തിൽ തീർപ്പാക്കാൻ സാധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന 2ാം ഭൂപരിഷ്കരണ നിയമമാണ് എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ എന്നും മന്ത്രി പറഞ്ഞു. ഓൾ ഇന്ത്യ കോൺക്ലേവായ ഭൂമി കോൺക്ലേവിന്റെ ലോഗോ പ്രകാശനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജൂൺ 25, 28 തീയതികളിൽ തിരുവനന്തപുരം, കോവളം, ഉദയസമുദ്രയിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ റവന്യൂ വകുപ്പ് മന്ത്രിമാർ, വകുപ്പ് സെക്രട്ടറിമാർ, റവന്യൂ ആൻഡ് സെറ്റിൽമെന്റ് ഡയറക്ടർമാർ, അന്താരാഷ്ട്ര പ്രതിനിധികൾ, ഡൊമൈൻ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തിന് മാതൃകയാവുന്ന വിധത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തിയാലോ എന്ന ആലോചനയിൽ നിന്നാണ് ഓൾ ഇന്ത്യ സർവേ കോൺക്ലേവ് എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളടക്കം 26 സംസ്ഥാനങ്ങൾ അനുകൂല നിലപാട് അറിയിച്ചു. ഏകദേശം 23 സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുക്കും. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനകീയ ആശയവിനിമയമായിരിക്കും കേരളം ആരംഭിച്ച ഡിജിറ്റൽ സർവേ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്ന ഡിജിറ്റൽ റീസർവേ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 2022 നവംബർ 1-ാം തീയതി ഔപചാരികമായി നമ്മൾ ആ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചെങ്കിലും യഥാർത്ഥത്തിൽ അത് ഫലവത്തായി രംഗപ്രവേശം ചെയ്തത് 2023 കൂടിയാണ്. കാരണം ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായിട്ട് ഉപകരണങ്ങൾ എത്തിച്ചേരാനുള്ള താമസം ഉൾപ്പെടെ പരിഗണിച്ച് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും എടുത്ത്. എന്നാൽ ഈ ഒരു ചെറിയ കാലം പിന്നിടുമ്പോൾ യഥാർത്ഥത്തിൽ ടോട്ടൽ സ്റ്റേഷൻ എന്ന ആശയം കേരളത്തിൽ വരുന്നത് 996-ലാണ്. 96 മുതൽ ഏതാണ്ട് 16 വർഷക്കാലം ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷനുകളിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ സർവേ നടത്തിയിട്ടുള്ള ദൂരം വിസ്തൃതി കേവലം 90,000 ഹെക്ടർ മാത്രമാണെങ്കിൽ 2023 ഒക്ടോബറോടെ പൂർത്തീകരിച്ച് ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ ഈ ചെറിയ കാലം പിന്നിടുമ്പോൾ 53,41,000 ലാൻഡ് പാഴ്സലുകളും 7.27 ലക്ഷം ഹെക്ടർ ഭൂമി നമുക്ക്
2 വർഷക്കാലം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അളന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഐതിഹാസികമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്കാണ്. ഒരു മാസത്തിനകം 100 വില്ലേജുകളിൽ ഈ സംവിധാനത്തിന്റെ പ്രയോജനം പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു. സർവേ ഡയറക്ടർ ശ്രീറാം സാംബ ശിവറാവു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് വിശേഷിപ്പിച്ച ആര്യാടൻ ഷൗക്കത്തിന് മറുപടിയുമായി CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ചാവക്കാട് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ തട്ടി അച്ഛനും മകനും മരിച്ച സംഭവം ചൂണ്ടിക്കാണിച്ചാണ് KV അബ്ദുൽ ഖാദറിന്റെ മറുപടി. 2011 ഓഗസ്റ്റ് 1 ചാവക്കാട് തെക്കൻ പലയൂരിൽ പ്രദേശവാസിയായ സുധീഷും മകൻ വാസുദേവും പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ ചവിട്ടി ഷോക്കേറ്റ് മരിച്ചത്. മകനെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടം. ഈ അപകടത്തെ അന്ന് തങ്ങൾ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാതെ അപകടമരണമായി കണ്ടുവെന്നും അന്നത്തെ സ്ഥലം MLA കൂടിയായ KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ഞങ്ങൾ ഈ കാര്യത്തെ, ഞാനന്ന് അവിടുത്തെ MLA ആണ്, പ്രതിപക്ഷ MLA ആണ്. രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചില്ല. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളുടെ വണ്ടികൾ തടയാൻ പോയില്ല. ഒരു തരത്തിലുള്ള പ്രതിഷേധവും നടത്തിയില്ല. കാരണം അതൊരു അപകടമാണ്. പക്ഷേ സമാനമായ ഒരു അപകടം ഉണ്ടായപ്പോൾ ഇതാ കിട്ടി ഒരു പിടിവള്ളി എന്ന മട്ടിൽ നടത്തിയത് തികഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള നെറുകേടാണ്. അത് ശരിക്കും പറഞ്ഞാൽ അപഹാസ്യമായ ഒരു പൊറാട്ട് നാടകമാണ് UDF സ്ഥാനാർത്ഥിയും നേതാക്കളും അവിടെ നടത്തിയത്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഭരിക്കുന്ന ഗവൺമെൻറ് ഏതാണോ ആ ഗവൺമെൻറ്റിനെതിരായിട്ട് അപകടങ്ങളെ ദുരുപയോഗിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഒരു സ്ഥാനാർത്ഥി തന്നെ ഇത്തരമൊരു നിലപാടെടുക്കുന്നത് ശരിയല്ല. പാലയൂരിലെ അച്ഛന്റെയും മകന്റെയും അപകടമരണത്തിൽ പിതാവിന് ധാർമ്മിക ബാധ്യതയുണ്ട് എന്ന് ആര്യാടൻ ഷൗക്കത്ത് സമ്മതിക്കുമോ എന്നും KV അബ്ദുൽ ഖാദർ ചോദിച്ചു. ഇപ്പോൾ അച്ഛൻ്റെയും മകൻ്റെയും മരണം വൈദ്യുതി മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിന് ധാർമ്മികമായ ബാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അത് ഞങ്ങളും അന്ന് പറഞ്ഞിരുന്നു എന്ന് വേണമെങ്കിൽ ഇവർക്ക് പറയാം. പക്ഷെ അത്തരം നിലപാട് ഞങ്ങൾ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. അവിടെ നിന്നല്ല, ഒരിടത്തും സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ കാണുന്നത് മറിച്ചാണ്. അത് ശരിയായിട്ടുള്ളൊരു സമീപനമല്ല. നിലമ്പൂരിലെ വിദ്യാർത്ഥിയുടെ അപകടമരണം സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കി കള്ളപ്രചരണം നടത്തുന്ന ആര്യാടൻ ഷൗക്കത്തും UDFും മാപ്പ് പറയണമെന്നും KV അബ്ദുൽ ഖാദർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി K കൃഷ്ണൻകുട്ടി. KSEBയുടെ വൈദ്യുതി ലൈനിൽ നിന്ന് അനധികൃതമായി ലൈൻ വലിക്കുകയായിരുന്നെന്നും സ്വകാര്യ വ്യക്തി നടത്തിയ നിയമലംഘനത്തിന് KSEBയെയും സർക്കാരിനെയും കുറ്റം പറയുന്നത് എന്തിനാണെന്നും മന്ത്രി ചോദിച്ചു. പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു K കൃഷ്ണൻകുട്ടി. നിയമലംഘനത്തിനെതിരെ ഒരക്ഷരം പറയാതെ സർക്കാർ വിരുദ്ധ വികാരമുണ്ടാക്കാൻ പ്രസ്താവനകളുമായി ഇറങ്ങുന്ന പ്രവണത തള്ളിക്കളയണമെന്നും മന്ത്രി പറഞ്ഞു. വൈദ്യുതി ഖനികൾക്ക് KSEB മൗനാനുവാദം നൽകിയിട്ടുണ്ടെന്ന വാദം അദ്ദേഹം തള്ളി. പഞ്ചായത്ത് പ്രസിഡന്റോ MLAയോ ഇത്തരത്തിൽ അനധികൃതമായി ലൈൻ വലിക്കുന്ന സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലെന്നും പരാതി ലഭിച്ചിട്ടും KSEB ഉദ്യോഗസ്ഥർ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന ആരോപണം പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പോലീസിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പന്നിയെ വെടിവെക്കാൻ പഞ്ചായത്തിനെ അനുവദിച്ചിരുന്നു. അതവിടെ നടപ്പാക്കിയോ എന്ന് പരിശോധിക്കണം. വനം മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. വൈദ്യുതി മോഷണം എന്ന പരാതി KSEBക്ക് ലഭിച്ചിട്ടില്ലെന്നും പരാതി ലഭിച്ചിട്ടും നടപടി എടുക്കാതിരുന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഞാനൊരു ചുമതല വഹിക്കുന്ന ഒരാളാണല്ലോ. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റോ MLAയോ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഒരു പരാതിയും കിട്ടിയിട്ടില്ല. മറ്റേ പരാതി എന്റെ കയ്യിൽ എത്തിയിട്ടുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കുമല്ലോ. ഈ പരാതി അധികൃതർ കാര്യമായി ശ്രദ്ധിക്കാതെ പോയെന്നുള്ളത് പരിശോധിക്കില്ല. അതെ, പോലീസ് അന്വേഷണത്തിൽ അതെല്ലാം വരുമല്ലോ. നമ്മുടെ പഞ്ചായത്തിന്റെ അധികാരം പണ്ട് ചീഫ് വെല്ലിനാണ് ഇതിന്റെ അധികാരം ഉണ്ടായിരുന്നത്. അതാണ് ക്യാബിനറ്റിലെ തീരുമാനമെടുത്ത് പഞ്ചായത്ത് കൊടുത്തത്. അവരത് ഉപയോഗിക്കേണ്ടതല്ലേ? അവരത് ഈ നാട്ടിലുള്ള ഒരു പഞ്ചായത്ത് ഒരു ലൈൻമാനൊക്കെ ഒരു എത്ര കിലോമീറ്റർ പോകണം നോക്കാൻ. അത് പഞ്ചായത്തിലെ വാർഡ് മെമ്പർക്കൊക്കെ അത് പരിശോധിക്കാമല്ലോ. അപ്പോൾ എളുപ്പമല്ലേ ഇത്? ഒരു വാർഡ് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ പറഞ്ഞാൽ ഏത് ഉദ്യോഗസ്ഥനാണ് കേൾക്കാതിരിക്കുക? ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
തൃശൂർ വരന്തരപ്പള്ളിയിൽ യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന 34 വയസ്സുള്ള ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് കുഞ്ഞുമോൻ ദിവ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഭാര്യ നെഞ്ചുവേദന മൂലം മരിച്ചെന്നാണ് ആദ്യഘട്ടത്തിൽ കുഞ്ഞുമോൻ ബന്ധുക്കളെ അറിയിച്ചത്. മരണവിവരമറിഞ്ഞ വീട്ടിലെത്തിയ പോലീസിന് ഇൻക്വസ്റ്റിനിടെ സംശയം തോന്നി. ഇതോടെ കുഞ്ഞുമോനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സംശയത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്ന് വ്യക്തമായത്. സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യ ബസ്സിലാണ് ജോലിക്ക് പോകാറുള്ളത്. ദിവ്യയ്ക്ക് മറ്റൊരു യുവാവുമായി സൗഹൃദമുണ്ടെന്ന് സംശയം തോന്നിയ കുഞ്ഞുമോൻ ബസ്സിൽ ഭാര്യയെ പിന്തുടർന്നു. ജോലിസ്ഥലത്തേക്കുള്ള വഴിമധ്യേ ദിവ്യ ബസ്സിൽ നിന്നിറങ്ങി ഒരു യുവാവിന്റെ ബൈക്കിൽ കയറി പോകുന്നത് കുഞ്ഞുമോൻ കണ്ടു. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. നിലവിൽ കുഞ്ഞുമോൻ പോലീസ് കസ്റ്റഡിയിലാണ്. ദിവ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമേ കൃത്യമായ മരണകാരണം അറിയാനാകൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവല്ലോമലയിൽ കോവിഡ് ബാധിച്ച് വയോധികൻ മരിച്ചു. തിരുവല്ലോമല പൂതനക്കര കിണറ്റിൻകര വീട്ടിൽ ശങ്കരനാരായണൻ ഉണ്ണിയാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇദ്ദേഹത്തിന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തിരുവല്ലോമല ഐവർ മഠത്തിൽ സംസ്കാരം നടത്തി. തൃശൂർ റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തം. 2025 മാത്രം ഇതുവരെ 37 പേരെയാണ് കാപ്പ പ്രകാരം ജയിലിൽ അടച്ചത്. ഏറ്റവും ഒടുവിലായി കുപ്രസിദ്ധ ഗുണ്ട കരിപ്പായി രമേഷിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. തൃശൂർ റൂറൽ ജില്ലയിൽ 94 ഗുണ്ടകൾക്കെതിരെയാണ് ഇതുവരെ കാപ്പ ചുമത്തിയത്. 57 പേരെ നാടുകടത്തി. 2025 മാത്രം 37 പേർക്കെതിരെ കാപ്പ ചുമത്തിയിട്ടുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട നാട്ടിക പള്ളം ബീച്ച് സ്വദേശി കണ്ണമ്പറമ്പിൽ വീട്ടിൽ കരിപ്പായി രമേഷ് എന്നറിയപ്പെടുന്ന 40 വയസ്സുള്ള രമേഷിനെതിരെയാണ് ഏറ്റവും ഒടുവിൽ കാപ്പ ചുമത്തിയത്. ഇയാളെ 6 മാസത്തേക്ക് ജയിലിലടച്ചു. വലപ്പാട് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി 4 വധശ്രമ കേസുകളിലും 2 അടിപിടി കേസുകളിലും മയക്കുമരുന്ന് കേസിലും പ്രതിയാണ് രമേഷ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPSന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തിവരുന്നത്. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ മുള്ളൂർക്കര ഇരുന്നലങ്കോട് മഹാദേവ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് PS രാഘവൻ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി. സെക്രട്ടറി MP വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ VJ ശിവദാസൻ ചടങ്ങിന് നന്ദി പറഞ്ഞു. വാടാനംകുറിശി ആരഭി കലാസമിതി ആൻഡ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ SSLC +2 LSS USS ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് K ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ SSLCയും +2വും 2 അളവുകോലിൽ വിജയികളായിട്ടുള്ള ആളുകളെ അനുമോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചേർന്നിട്ടുള്ളത്. ഞാൻ SSLC ഇടത്തരത്തിൽ അന്നൊക്കെ പാസ്സായി. ഫസ്റ്റ് ക്ലാസ്സാണ് അന്ന് കേമം, അതൊന്നും എത്തിയില്ല. എങ്കിലും പാസ്സായി കിട്ടി. അന്നത്തെ ധാരണ പ്രീ ഡിഗ്രി പഠിച്ചാൽ സംസ്കൃതത്തിൽ പഠിച്ചാൽ ഭാഷാപന്നം. ചടങ്ങിൽ CP രാമൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപകനായ വൈശാഖ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ജലജ ശശികുമാർ അനുമോദന സന്ദേശം നൽകി. പ്രമുഖ സൈക്കോളജിസ്റ്റ് ഡോക്ടർ മല്ലിക മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ആരബി കലാസമിതി പ്രസിഡന്റ് രമേഷ് സ്വാഗതവും സെക്രട്ടറി രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കലേക്കാട് AR പോലീസ് ക്യാമ്പിന് സമീപം പാതയോരത്തെ വഴിയോര കച്ചവടക്കാരുടെ ഷെഡ് കത്തി നശിച്ചു. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. തീപിടുത്തത്തിൽ 2 ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. ആളപായമില്ല. ദിവസങ്ങളോളമായി വലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന പെരുമ്പാമ്പിനെ രക്ഷപ്പെടുത്തി. വെള്ളാനിക്കര അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ക്വാർട്ടേഴ്സിന് സമീപത്തെ വീട്ടിലാണ് വലയിൽ കുടുങ്ങിയ നിലയിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. വീട്ടുകാർ ഇവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോഴാണ് പെരുമ്പാമ്പ് വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. പറവട്ടാനി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നെത്തിയ റെസ്ക്യൂ വാച്ചർ നവാസ്, സർപ്പ വോളണ്ടിയർ ശരത് മാടക്കത്ര എന്നിവർ പെരുമ്പാമ്പിനെ റെസ്ക്യൂ ചെയ്തു. ഒരാഴ്ചയ്ക്ക് മേലെയായി പാമ്പ്
വലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് കരുതുന്നു. പെരുമ്പാമ്പിന്റെ ശരീരത്തിൽ വലയിൽപ്പെട്ടതിനെ തുടർന്ന് വലിയ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. മുറിവുകൾ പുഴുവരിച്ച നിലയിലാണ്. പെരുമ്പാമ്പിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മണ്ണുത്തി വെറ്റിനറി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു. വെറ്റിനറി ഡോക്ടർമാരായ ഡോക്ടർ ആതിര നാരായണൻ, ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ അലീന എന്നിവരുടെ നേതൃത്വത്തിൽ പെരുമ്പാമ്പിന് വിദഗ്ധ ചികിത്സ നൽകി. അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. മുറിവുകൾ ഭേദമായ ശേഷം ഉൾവനത്തിലേക്ക് വിടുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 4 പത്മശ്രീ പുരസ്കാര ജേതാക്കളുടെ മുന്നിൽ തായമ്പക അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് കലാമണ്ഡലം ഹരീഷ് മാരാരും ഡോക്ടർ നന്ദിനി വർമ്മയും. തായമ്പകയിൽ ആദ്യ ദമ്പതിമാർ എന്ന ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2015 ഇടം പിടിച്ചവരാണ് ഇവർ. ചെറുതുരുത്തി കൂത്തമ്പലത്തിൽ നടന്ന ധന്യമോഹനം എന്ന ചടങ്ങിലാണ് തായമ്പക അരങ്ങേറിയത്. തുള്ളൽ കലാകാരനായ കലാമണ്ഡലം മോഹനകൃഷ്ണന്റെ ധന്യം മോഹനം ആദരിക്കൽ ചടങ്ങിലാണ് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് ഈ ദമ്പതിമാർ പത്മശ്രീ അംഗീകാരങ്ങൾ ലഭിച്ച ഡോക്ടർ കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, പെരുവനം കുട്ടൻമാരാർ, രാമചന്ദ്രൻ പുലവർ എന്നിവർ അടങ്ങുന്ന അപൂർവ പ്രതിഭകളുടെ മുന്നിൽ ഇരട്ട തായമ്പക അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത്. തായമ്പകയ്ക്ക് മുന്നേ ഈ 4 പേരുടെയും അനുഗ്രഹം വാങ്ങിക്കുകയും ഗോപി ആശാൻ ഓണപ്പുറവ് നൽകിയാണ് ഇവരെ ആശീർവദിച്ച് സ്റ്റേജിലേക്ക് പറഞ്ഞയച്ചത്. പിന്നീട് അങ്ങോട്ട് ഇവരുടെ മാന്ത്രിക കൈകൾ കൊണ്ട് ചെണ്ടകളിൽ താളമിട്ടപ്പോൾ കണ്ടുനിന്ന നൂറുകണക്കിന് പ്രേക്ഷകർ ഒന്നടങ്കം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. കലാമണ്ഡലം ഹരീഷ് മാരാർ പഞ്ചവാദ്യ കുലപതി അന്നമതട പരമേശ്വരമാരാരുടെ മകനാണ്. കലയുടെ ആദ്യപാഠം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ കീഴിൽ, തുടർപഠനം കേരള കലാമണ്ഡലത്തിൽ, തായമ്പക തുടർപഠനം പൂക്കാട്ടിരി ദിവാകര പൊതുവാളുടെയും കല്ലൂർ രാമൻകുട്ടി മാരാരുടെയും കീഴിൽ. തുടർന്ന് കഥകളിച്ചണ്ടയിൽ MA എടുത്ത ശേഷം കേരള കലാമണ്ഡലത്തിലും തൃപ്പൂണിത്തറ RLB കോളേജിലും അധ്യാപകനായി ജോലി ചെയ്തു. ഇപ്പോൾ കേരള കലാമണ്ഡലത്തിൽ കഥകളിച്ചണ്ട വിഭാഗം മേധാവിയായി പ്രവർത്തിക്കുന്നു. സഹധർമ്മിണി ഡോക്ടർ നന്ദിനി വർമ്മ തൃപ്പൂണിത്തറ ഗോപികൃഷ്ണൻ തമ്പുരാന്റെ കീഴിൽ ചെണ്ട പഠനം ആരംഭിച്ചു. അരങ്ങേറ്റത്തിനു ശേഷം BAMS പഠനത്തിനായി തൃശ്ശൂരിലേക്ക് താമസം മാറി. അവിടെ ശങ്കരൻകുളങ്ങര രാധാകൃഷ്ണന്റെ കീഴിൽ ചെണ്ട പഠനം തുടരുകയും തായമ്പക അവതരണ രംഗത്ത് പ്രവേശിക്കുകയും ചെയ്തു. BAMS പഠനകാലത്ത് തന്നെ പൊരൂർ ഉണ്ണികൃഷ്ണന്റെ കീഴിൽ തായമ്പകയുടെ തുടർ പഠനം നടത്തി. തൃശൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിൽ നിന്ന് ആയുർവേദ ബിരുദവും അപ്പോളയിൽ നിന്ന് അസ്ഥിരോഗ ചികിത്സയിൽ PG ഡിപ്ലോമയും നേടി. കഴിഞ്ഞ 10 വർഷമായി തൃപ്പൂണിത്തറയിൽ പാലാഴി ആയുർവേദ ചികിത്സാലയം നടത്തുന്നു. മക്കൾ ത്രയീ നാരായണി, അഗ്നിവേഷ് രാം എന്നിവർ അടങ്ങുന്നതാണ് കുടുംബം. 2015 തായമ്പകയിലെ ആദ്യ ദമ്പതിമാർ എന്ന ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം ഇവർക്ക് ലഭിച്ചു. ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി വേദികളിൽ ഈ ദമ്പതിമാർ തായമ്പക അവതരിപ്പിച്ചു. എങ്കിലും കലാമണ്ഡലം പോലുള്ള ഒരു കലാക്ഷേത്രത്തിൽ തായമ്പക അവതരിപ്പിക്കുക എന്നത് ജീവിതത്തിന്റെ വലിയൊരു സന്തോഷമാണെന്ന് ഹരീഷ് മാരാർ പറഞ്ഞു. നമസ്കാരം. ഞങ്ങൾ തായമ്പകയിലെ ആദ്യത്തെ ദമ്പതികളാണ്, കപ്പിളാണ്. നമുക്ക് അതിൻ്റെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലോകത്തിൽ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയ മഹത്തായ ഈ കൂത്തമ്പലത്തിൽ 3 പത്മശ്രീകളുടെ സാന്നിധ്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു തായമ്പക ഇത്ര നല്ലൊരു വേദിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അതാണ് ഞങ്ങളുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൻ്റെ പ്രചോദനം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുത്തനൂർ അപ്പുണ്ണയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ S. ശ്രീലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് S. സുനേഷ് അധ്യക്ഷത വഹിച്ചു. തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ PP ഉല്ലാസ്, കോട്ടായി അപ്പുണ്ണയേട്ടൻ വായനശാല സെക്രട്ടറി അജേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ M. കൃഷ്ണദാസ്, K. രഘു, KV കൃഷ്ണദാസ്, M. ഷീബ, R. വിഷ്ണുദാസ്, R. ദിലീപ്, ലൈബ്രറിയൻ MC അർച്ചന എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി A. നാരായണൻകുട്ടി സ്വാഗതവും
എക്സിക്യൂട്ടീവ് അംഗം റീന ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ കൈമകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ജൂൺ 29 നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ദിനത്തിൻ്റെ ഭാഗമായ പ്രസാദ ഊട്ടിന് പന്തലിന് കാൽനാട്ടൽ കർമ്മം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, ക്ഷേത്രം മാനേജർ, പ്രസാദ ഊട്ട് കമ്മിറ്റി ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൈമുക്കുമന സുധീഷ് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. പ്രതിഷ്ഠാ ദിനത്തിൽ രാവിലെ 9 പെരുവനം കുട്ടന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന മേളവും ഉണ്ടായിരിക്കും. എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ക്ഷേത്രം ട്രസ്റ്റി രവീന്ദ്രനുണ്ണി പറഞ്ഞു. 2014 കാലത്ത് നവീകരണ കലശം കഴിഞ്ഞ് മിഥുനമാസത്തിലെ മകരനക്ഷത്രത്തിലാണ് ഇപ്പോൾ നാം ഭഗവതിയുടെ പിറന്നാളായിട്ട് പ്രതിഷ്ഠാദിനം ആചരിച്ചു വരുന്നത്. ഏകദേശം 10-22 വർഷത്തോളമായി 2004-2005 വർഷത്തിലാണെന്ന് കരുതുന്നു. ആദ്യത്തെ പ്രതിഷ്ഠാദിന അന്നദാനം പ്രസാദൂട്ട് എല്ലാവരും വളരെ ഊഷ്മളമായി അതിൽ പങ്കുചേരുകയും ട്രസ്റ്റി ബോർഡ് ആ കാര്യങ്ങളിൽ സമയാസമയം തീരുമാനമെടുത്ത് പ്രതിഷ്ഠാദിന കമ്മിറ്റി, അന്നദാന കമ്മിറ്റി എല്ലാ വർഷവും രൂപീകരിച്ച് വളരെ ഉദാത്തമായി ഊഷ്മളമായി നടത്തി വരുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവി മോഹനകൃഷ്ണന് ശിഷ്യന്മാരുടെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങ് രജിസ്ട്രാർ KK സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ 8:30 പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പറയും തുള്ളൽ നടന്നു. 10 മണിക്ക് നടന്ന ധന്യമോഹനം സൂട്ട് സംഗമത്തിൽ കലാമണ്ഡലം വൈസ് ചെയർമാൻ മഹേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗം KV രാജാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. 12:30 കലാമണ്ഡലം പാർവതി വർമ്മയുടെ നേതൃത്വത്തിൽ ശീതങ്കം തുള്ളലും 1 മണിക്ക് നിരഞ്ജ JH നമ്പ്യാർ, കലാമണ്ഡലം സുബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഓട്ടം തുള്ളലും 2 മണിക്ക് ശിഷ്യസംഘവും നടന്നു. 3:30 കലാമണ്ഡലം ഹരീഷ് മാരാർ, ഡോക്ടർ നന്ദിനി വർമ്മ എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പകയും അരങ്ങിലെത്തി. വൈകിട്ട് 5 മണിക്ക് നടന്ന സമാധാന സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ പുന്നശ്ശേരി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും മോഹനകൃഷ്ണനെ ആദരിക്കുകയും ചെയ്തു. അംഗവസ്ത്രം അണിയിക്കൽ ചടങ്ങ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. കലാമണ്ഡലം ഗോപിനാഥപ്രഭ, കലാമണ്ഡലം വാസുദേവൻ, പ്രശസ്ത സിനിമാ താരം ജയരാജ് വാര്യർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, പത്മശ്രീ രാമചന്ദ്ര പുലവർ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജയദേവൻ, പ്രൊഫസർ N ഗോവിന്ദൻ പിള്ള, K രവീന്ദ്രനാഥ്, കലാമണ്ഡലം പ്രഭാകരൻ, കലാമണ്ഡലം മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ കൺവീനർ കലാമണ്ഡലം സുരേഷ് കാളിയത്ത് സ്വാഗതവും കലാമണ്ഡലം നിഖിൽ മലാപ്പുഴ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പത്തിരിപ്പാല പ്രിയദർശിനി ട്യൂഷൻ സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും പഠനോപകരണങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം ചെയ്തു. വന്ന വഴി മറക്കാതിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉന്നതിയിലേക്ക് എത്തിപ്പെടാനാകൂ എന്ന് KPCC ജനറൽ സെക്രട്ടറി KA തുളസി പറഞ്ഞു. ഒരു സ്കൂളിൽ പഠിക്കാൻ പോവുകയാണെങ്കിലും കോളേജിൽ പഠിക്കാൻ പോവുകയാണെങ്കിലും അത് സർക്കാർ വിദ്യാലയമാണെങ്കിൽ കൂടി നമുക്ക് ചെലവുകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യൂണിഫോം എടുക്കണം, യൂണിഫോം ഇല്ലെങ്കിൽ മറ്റ് ഡ്രസ്സുകൾ എടുക്കണം, അതുപോലെ പുസ്തകങ്ങൾ വാങ്ങിക്കണം, മറ്റ് പഠനോപകരണങ്ങൾ വാങ്ങിക്കണം, പുതിയ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ യാത്രാ ചെലവുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതുപോലെ ബാഗ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ തന്നെ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടായാലേ നടക്കുകയുള്ളൂ. ഇന്നത്തെ ഒരു സാമ്പത്തിക സാഹചര്യം നമ്മുടെ നാട്ടിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പകലന്തിയോളം പണിയെടുത്താലും മാതാപിതാക്കൾക്ക് വീടിനകത്തെ ചെലവുകൾ നടത്തിപ്പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മുടെ എല്ലാ സാധനങ്ങൾക്കും ക്രമാതീതമായിട്ട് വില വർദ്ധിച്ചതുകൊണ്ട് തന്നെ. ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PP പാഞ്ചാലി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് വിജയരാഘവൻ, AVM ബഷീർ, ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൾ റഷീദ്, UP രവി, രാമൻ തെക്കേക്കര, പാർവതി, ഇന്ദിര, ദീപ സുനിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കണയം കാഞ്ഞിരങ്ങാട് ശിവക്ഷേത്രത്തിൽ നടന്ന വിശേഷ ചടങ്ങുകൾ ഭക്തി നിർഭരമായി. മേൽശാന്തി കേശവ ശർമ്മയുടെ കാർമ്മികത്വത്തിൽ വിശേഷ പൂജകൾ, കോട്ടക്കൽ സന്തോഷിന്റെ സംഗീതാർച്ചന എന്നിവയുണ്ടായി. ഓം ഓം ശുക്ര പ്രാണഹരണ വാരാഹി വീരനന്ദിതായേ നമഃ. ഓം കാമേശ്വര മുഖാലോക
ഭഗവതി ശ്രീ ഗണേശ്വരായ നമഃ. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ശ്രീഹരി ഗിരീഷ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർവൈശ്വര്യ പൂജയും ഹരിപത്തനാപുരത്തിന്റെ ഭക്തി പ്രഭാഷണവുമുണ്ടായി. തുടർന്ന് പ്രസാദകൂട്ടും നടന്നു. വൈകിട്ട് ദീപാരാധനയോടനുബന്ധിച്ച് ഭക്തജനങ്ങൾ സഹസ്രദീപം തെളിയിച്ചു. കലാമണ്ഡലം ദേവരാജന്റെ നേതൃത്വത്തിൽ 50ഓളം കലാകാരന്മാരുടെ പാണ്ഡിമേളവും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ, സെക്രട്ടറി കൃഷ്ണദാസ്, ട്രഷറർ രാമദാസ്, ജോയിന്റ് ട്രഷറർ രാവുണ്ണി, ഓഡിറ്റർ ശ്രീനാരായണൻ, വൈസ് പ്രസിഡന്റുമാരായ രാഘവൻ നായർ, പയ്യനഴി ഉണ്ണികൃഷ്ണൻ, അജിത്, ജോയിന്റ് സെക്രട്ടറിമാരായ ഗോപികൃഷ്ണൻ, കൂരിയിൽ ഉണ്ണികൃഷ്ണൻ, ഹരിദാസ് ചാങ്കത്ത്, രാജേഷ് വെള്ളോത്ത്, കാഞ്ഞിരങ്ങാട് മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആ കാഞ്ഞൂർ വനത്തിൽ പോയി മത്സരിച്ച് തർക്കിച്ച് ഈ ക്ഷേത്രം ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് വാദിച്ചേറ്റുവാങ്ങിയ 11 പേരിൽ ഒരാളാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റൊലി. രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന ആവശ്യമാണ് വലിയ വിവാദമായത്. ഇത്തരമൊരു നിർദ്ദേശം RSS അജണ്ടയുടെ ഭാഗമായിരുന്നെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മാറ്റൊലിയിലേക്ക്. ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ മതങ്ങളുടെ പ്രതീകമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സൂചനകളോ പ്രതീകമോ ഒന്നും വയ്ക്കാൻ പാടില്ല എന്നുള്ള നിയമം നമുക്കെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതി ശരിയല്ല. ജനാധിപത്യ സംവിധാനത്തിൽ, ജനാധിപത്യ സ്ഥാപനങ്ങളിൽ അത്തരം രീതികൾ പിന്തുടരുന്നത് ശരിയല്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ രാജ്ഭവനിലെ പരിപാടി അത്തരം ഒരു വേദിയായി മാറി. അതിനിടെ മന്ത്രിമാരെല്ലാം പ്രതിഷേധിച്ചു, CPI പ്രതിഷേധിച്ചു. പക്ഷേ ഇതിൻ്റെ കൃത്യമായ ഒരു മറുപടി നൽകേണ്ട സംസ്ഥാന ഭരണകൂടം അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതിനെക്കുറിച്ചൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. CPI മന്ത്രിമാർ പോലും അതിനെ എതിർക്കുകയും പ്രതിഷേധിക്കുകയും അവരുടെ നിലപാട് പറയുകയും ചെയ്തപ്പോഴും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട CPMൻ്റെ മന്ത്രികളോ ഒരു അക്ഷരം പോലും ഉരിയാടിയിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വ്യക്തമായ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിനെതിരെ അല്ലെങ്കിൽ പ്രതികരണം നടത്തേണ്ട ഒരു സാഹചര്യത്തിൽ പോലും ഒരു അക്ഷരമിണ്ടാത്തത് RSSനോടുള്ള ഭയമോ അല്ലെങ്കിൽ പ്രീണനമോ എന്നുള്ളത് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത് തന്നെയാണ്. അത് RSS അജണ്ടയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. RSS നമ്മുടെ ഇത്തരം ഭരണഘടനാ സ്ഥാപനങ്ങളിലൂടെ അവരുടെ അജണ്ട കയറ്റിവിടാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയിട്ടുണ്ട്. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് അതിന് കുറച്ചുകൂടി സാധ്യത കൂടിയിട്ടുണ്ട് അവർക്ക്. അതവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടത്. കാരണം ഭാരതാംബ അങ്ങനെ ഓരോ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ അടയാളങ്ങൾ നമ്മുടെ മലയാളി മനസ്സിലേക്ക് തന്നെ കയറ്റിയാണ് അവർ. കൃത്യമായിട്ടും അത് സകല രാഷ്ട്രീയ പാർട്ടികളും, ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി അല്ലാതെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ പ്രവർത്തകരും അതിനെ അടിയുറച്ച് എതിർത്തിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയ അപകടങ്ങളുണ്ടാവും. കാരണം ചില സന്ദർഭങ്ങളിൽ സർക്കാരിന്, ഭരണകൂടത്തിന് പ്രതിരോധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഓരോന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ രാജ്ഭവനിലാണ് ഇത്തരം നേരത്തെ തുടങ്ങിയാണ്. പാലക്കാട് പണ്ടൊരു കൊടി ഉയർത്തിയ വിവാദമൊക്കെ ഉണ്ടായിരുന്നില്ല, സ്കൂളുകളിൽ കയറിയിട്ട് കൊടി ഉയർത്തുക, അത്തരം പലതും വരും. ഇനി പല കാര്യങ്ങളും വരും. അവർ ഭരണം ഉപയോഗിച്ചുകൊണ്ടും അത്തരം അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായി എതിർക്കപ്പെടേണ്ടതാണത്. പ്രധാന വാർത്തകൾ വീണ്ടും. എൻ്റെ ഭൂമി സമഗ്ര ഭൂവിവര സംവിധാനം നിലവിൽ വരുന്നതോടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ വിതരണത്തിൽ വരുന്ന പ്രതിസന്ധികൾ വേഗത്തിൽ തീർപ്പാക്കാൻ സാധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എൻ്റെ ഭൂമി ഡിജിറ്റൽ സർവേ കേരളം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന 2ാം ഭൂപരിഷ്കരണ നിയമം. ഓൾ ഇന്ത്യ ഭൂമി കോൺക്ലേവ് ലോഗോ പ്രകാശനം തൃശൂർ. നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. KSEBയുടെ വൈദ്യുതി ലൈനിൽ നിന്ന് അനധികൃതമായി ലൈൻ വലിക്കുകയായിരുന്നെന്നും സ്വകാര്യ വ്യക്തി നടത്തിയ നിയമലംഘനത്തിൽ KSEBയെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്നും മന്ത്രി. നിയമലംഘനത്തിനെതിരെ ഒന്നും മിണ്ടാതെ
സർക്കാർ വിരുദ്ധ വികാരമുണ്ടാക്കാൻ പ്രസ്താവനകളുമായി ഇറങ്ങുന്ന പ്രവണത തള്ളിക്കളയണമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിലമ്പൂർ വഴിക്കടവ് അപകടവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ കള്ളപ്രചരണം നടത്തുന്ന ആര്യാടൻ ഷൗക്കത്തും UDF നേതാക്കളും മാപ്പ് പറയണമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്ന കാലത്ത് ചാവക്കാട് അച്ഛനും മകനും ഷോക്കേറ്റ് മരിച്ച സംഭവത്തെ അപകടമരണമായാണ് LDF കണ്ടത്. നിലമ്പൂർ വഴിക്കടവിലുണ്ടായത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് വിശേഷിപ്പിച്ച UDF സ്ഥാനാർത്ഥിയോട് സഹതാപം മാത്രമെന്നും KV അബ്ദുൽ ഖാദർ. വരന്തരപ്പള്ളിയിൽ യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. കൊല്ലപ്പെട്ടത് സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യ. ഭർത്താവ് കുഞ്ഞുമോൻ ദിവ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ്. കൊലപാതകം സംശയത്തെ തുടർന്ന്. തൃശൂർ റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തം. 2025 ഇതുവരെ 37 പേരെ ജയിലിലടച്ചു. നിരവധി ഗുണ്ടകളെ നാടുകടത്തി. കാപ്പ പ്രകാരം കുപ്രസിദ്ധ ഗുണ്ട കരിപ്പായി രമേശ് തടവിൽ. ഇടവേളയ്ക്ക് ശേഷം തിരുവല്ലോമലയിൽ കോവിഡ് മരണം. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വയോധികൻ മരിച്ചു. സംസ്കാരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.